ഇടുക്കിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പി.ടി. തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ഇടുക്കി ജില്ലാ കളക്ടർ അശോക് കുമാർ സിംഗിന് മുൻപാകെ 4 സെറ്റ് പത്രികകളാണ് പി.ടി. തോമസ് സമർപ്പിച്ചത്. ജില്ലയിലെ യുഡിഎഫ് നേതാക്കളോടൊപ്പമാണ് പി.ടി. തോമസ് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. മണ്ഡലത്തിലെ യുഡിഎഫ് നേതാക്കളോടൊപ്പമാണ് പി.ടി. തോമസ് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. 4 സെറ്റ് പത്രികകൾ പി.ടി. തോമസ് സമർപ്പിച്ചു. സിപിഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട INTUC നേതാവ് ബാലുവിന്റെ അമ്മ മുനിയമ്മയാണ് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. ആദ്യഘട്ട പ്രചാരണം പിന്നിടുമ്പോൾ തന്നെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി പി.ടി. തോമസ് പറഞ്ഞു. ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ 3 വർഷമായി കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയ ഇടതുപക്ഷ ഗവൺമെന്റ് നടപടിക്രമങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുള്ള ജനങ്ങൾ ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരവസരം കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധാഗ്നി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഇടുക്കി ഉപ്പുതോട്ടിലെ കുടുംബ വീട്ടിൽ നിന്നും പത്രിക നൽകാനായി പുറപ്പെട്ട പി.ടി. തോമസ് ഉപ്പുതോട് പള്ളിയിൽ മാതാപിതാക്കളുടെ ശവകുടീരങ്ങളിലെത്തി പ്രാർത്ഥിച്ച ശേഷം സമീപത്തെ അമ്പലത്തിലും മുസ്ലിം പള്ളിയിലും സന്ദർശനം നടത്തി. തുടർന്ന് ചെറുതോണിയിലെ കൊലുമ്പൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് കളക്ടറേറ്റിലെത്തി അദ്ദേഹം പത്രിക നൽകിയത്. മനോരമ ന്യൂസ്, ഇടുക്കി.